രാജീവ് ചന്ദ്രശേഖർ തൃശ്ശൂരിലെത്തിയിട്ടുണ്ട്. മുരളി മന്ദിരത്തിലാണോ അരമനയിലാണോ ഉള്ളത്? നമുക്ക് അല്പസമയത്തുള്ളിൽ അതിന് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകാം. അരമനയിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നത്. ഇന്ന് രണ്ട് പരിപാടിയാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത്. ഒരുപക്ഷെ ആൻഡ്രൂസ് താഴത്തിൽ പിതാവിനെ കണ്ടതിനു ശേഷം പ്രതികരണം നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ സീറോ മലബാർ സഭ അധ്യക്ഷനെ കണ്ടിരുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവിടെ എത്തിയിട്ടുണ്ട്. ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ, അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി എത്തി. നിർണായകമാണ് ഈ കൂടിക്കാഴ്ചയല്ലേ? തീർച്ചയായും രാജീവ് ചന്ദ്രശേഖർ ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തുണ്ട്, അതുപോലെ തന്നെ മാർ ടോണി നീലങ്കാവിൽ, ഇങ്ങനെ രണ്ട് ബിഷപ്പുമാരുമായിട്ടാണ് കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ച തൃശ്ശൂരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അതീവ നിർണായകമാണ്. അതിലൊക്കെ വരിയായിട്ട് CBCIയുടെ ചെയർമാൻ എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഭയുടെ വ്യക്തി എന്ന നിലയിൽ ആൻഡ്രൂസ് താഴത്തുമായുള്ള കൂടിക്കാഴ്ച അതീവ പ്രധാനമാണ്. നാം മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഇതുവരെ BJPയുടെ നേതൃത്വം, അതായത് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ ആർച്ച് ബിഷപ്പിനെ ധരിപ്പിക്കും. അതോടൊപ്പം തന്നെ ആർച്ച് ബിഷപ്പ് രൂപതയുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ അല്പമെങ്കിലും അനുഭാവപൂർവ്വം ഇടപെടുന്ന ഒരു വ്യക്തി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആണെന്നുള്ള ഒരു നിലപാട് സഭയിലെ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അനുവദിക്കുന്നത്. ഇപ്പോൾ കൂടിക്കാഴ്ച നടക്കുന്നതും കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്ന ഓരോ ദിവസങ്ങളിലും ഓരോ മണിക്കൂറുകളിൽ നടക്കുന്ന കാര്യങ്ങൾ അതാത് സമയം സഭയുടെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. CBCI ചെയർമാൻ എന്ന നിലയിൽ മാർ ആൻഡ്രൂസ് താഴത്തിനെ, അതുപോലെ തന്നെ റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ള സഭയുടെ ഉന്നതരായ എല്ലാ പിതാക്കന്മാരെയും ഓരോ സമയം കാര്യങ്ങൾ അറിയിച്ചിരുന്നു. അത് സംബന്ധിച്ചുള്ള ഏറ്റവും വിശദമായ വിവരങ്ങൾ അറിയിക്കുക, ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയിക്കുക എന്നതാണ് പ്രധാനമായും രാജീവ് ചന്ദ്രശേഖരൻ്റെ സന്ദർശനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് ആർച്ച് ബിഷപ്പിൻ്റെ മുറിയിലുള്ളത്. മറ്റ് നേതാക്കളെല്ലാം പുറത്താണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. BJPയുടെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. പക്ഷേ ആരെയും ഈ കൂടിക്കാഴ്ചയിൽ ആ മുറിയിലേക്കകത്തേക്ക് കയറ്റിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനർത്ഥം ഇതിൻ്റെ ദേശീയ തലത്തിൽ ഇടപെട്ടതിൻ്റെ, കേന്ദ്ര സർക്കാർ തലത്തിൽ ഇടപെട്ടതിൻ്റെ മുഴുവൻ കാര്യങ്ങളും വളരെ രഹസ്യമായി ഈ സഭാ നേതൃത്വത്തെ അറിയിക്കുക, CBCI ചെയർമാൻ എന്ന നിലയിൽ മാർ ആൻഡ്രൂസ് താഴത്തിന് അറിയിക്കുക എന്ന് തന്നെയാണ്. എന്താണ് ഇപ്പോൾ അദ്ദേഹത്തെ കൂടിക്കാഴ്ചയുടെ പ്രധാന ഉദ്ദേശം? പിതാവിനെ ഒരു സ്വകാര്യ സന്ദർശനം അത്രമാത്രം. അദ്ദേഹം ഒരു സ്വകാര്യ സന്ദർശനത്തിന് പറ്റിയ സമയമാണോ ഇത്? അതോ ഇതുവരെ ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് BJP നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് അറിയിക്കുക എന്ന് കൂടിയതല്ലേ? BJPയുടെ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ സന്ദർശനം എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും സ്വകാര്യ സന്ദർശനത്തിന് പറ്റിയ ഒരു സമയമല്ല ഇത്. രാഷ്ട്രീയമായ പ്രധാനപ്പെട്ട ഒരു സമയം തന്നെയാണ്. ക്രൈസ്തവർ വലിയ പ്രതിഷേധത്തോടെ നിൽക്കുന്ന സമയമാണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ അറിയിക്കുക എന്നതല്ല ഉദ്ദേശം. നിങ്ങൾ ആരെയും അകത്ത് കയറ്റിയിട്ടുമില്ല. പിതാവ് രാജീവ് ചന്ദ്രശേഖർജിയും അതുപോലെ പത്മജ വേണുഗോപാലും, ശ്രീമതി പത്മജ വേണുഗോപാൽജിയുമാണ് ഇപ്പോൾ പിതാവിനെ കാണാൻ വേണ്ടി റൂമിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം എൻ്റെ അടുത്ത് സൂചിപ്പിച്ച് സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് വേറെ ഒന്നും അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു സ്വകാര്യ സന്ദർശനത്തിന് പറ്റിയ സമയമാണോ? കേരളത്തിലെ ക്രൈസ്തവർ വലിയ പ്രതിഷേധത്തിൽ നിൽക്കുന്നു. ഈ 2 കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്നു. ഈ സമയത്ത് BJPയുടെ അധ്യക്ഷൻ ഒരു സ്വകാര്യ സന്ദർശനോപരിയായിട്ട് BJP നടത്തിയ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നേയില്ല. അല്ല, അത് അവർ രണ്ടുപേരും കൂടി സംസാരിച്ച് കൃത്യപ്പെടും. അതെ, BJPയുടെ ജില്ലാ പ്രസിഡന്റിന് അത്രേ പറയാൻ കഴിയുള്ളൂ. അതൊരു സ്വകാര്യ സന്ദർശനം. ആ സ്വകാര്യ സന്ദർശനത്തിൽ ആയതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരെയും പുറത്തു നിർത്തിയിരിക്കുന്നത്. പത്മജ വേണുഗോപാലുണ്ട്, അതുപോലെ തന്നെ ഉള്ളിൽ രാജീവ് ചന്ദ്രശേഖറുണ്ട്, 2 ബിഷപ്പുമാരുണ്ട്, മാർ ആൻഡ്രൂസ് താഴത്ത് CBCIയുടെ ചെയർമാനുണ്ട്, അതോടൊപ്പം തന്നെ ടോണി നീലങ്കാവിലുണ്ട്. ഈ 2 പേരെയും ഇതുവരെയായി BJPയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കുക, വരും നാളുകളിൽ സഹകരണം ഉറപ്പാക്കുക എന്നതാണ് പ്രധാനമായും ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. ഇതേ നിലപാട് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് സഭയുടെ ഭാഗത്തു നിന്നും. ഇതിൽ അല്പമെങ്കിലും ആത്മാർത്ഥമായി ഇടപെടുന്ന ഒരു വ്യക്തി BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ് എന്ന ഒരു സന്ദേശം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 2 പേരും പ്രതികരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അരുൺകുമാർ. വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാം. സ്വകാര്യ സന്ദർശനമല്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണല്ലോ. പ്രത്യേകിച്ച് BJP കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുമ്പോൾ എല്ലാ സഭാ മേലധ്യക്ഷന്മാരുമായിട്ടും സംസാരിക്കുക, എത്രയും കുറച്ച് ഡാമേജ് കൺട്രോൾ ചെയ്യുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖരിൽ നിയുക്തമായിരിക്കുന്ന ഉത്തരവാദിത്വം. ഇന്നൊരു പക്ഷേ ജാമ്യം കിട്ടുകയാണെങ്കിൽ അത് താൽക്കാലികം BJPക്ക് ഒരു ആശ്വാസമാകും. അതല്ലെങ്കിൽ വരുന്ന 2 ദിവസം, ശനിയാഴ്ചയും ഞായറാഴ്ചയും നിർണായകമാണ്. ഞായറാഴ്ച പല ഇടവകകളിലും ഇടയലേഖനം വായിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് പരമാവധി സഭാ നേതൃത്വത്തെ ഒപ്പം നിർത്താനും അനുനയിപ്പിക്കാനുമുള്ള നീക്കത്തിനൊരുങ്ങുകയാണ്. നമ്മൾ പറഞ്ഞാൽ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ആണ്, ഒരു ഡാമേജ് കൺട്രോൾ എക്സസൈസ് ആണ് അല്ലേ ജെയ്സൺ ഇപ്പോൾ നടക്കുന്നത്?
തീർച്ചയായും നാം നേരത്തെ ബുള്ളറ്റിൽ പറഞ്ഞിരുന്നു, അത് ഏറ്റവും പ്രധാനമായി നടത്തേണ്ട സ്ഥലം തൃശ്ശൂരിലാണ്. തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലുള്ള ക്രൈസ്തവ വിശ്വാസികൾ നല്ലൊരു ശതമാനം നല്ല രീതിയിൽ വോട്ട് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെയ്തിട്ടുണ്ട് എന്ന വിലയിരുത്തൽ BJPക്ക് മാത്രമല്ല ഇടത് വലത് മുന്നണികൾക്കുണ്ട്. കേരളത്തിൽ നിന്ന് ഏക ആദ്യത്തെ MP സംഭാവന ചെയ്ത തൃശ്ശൂർ ക്രൈസ്തവ വോട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ BJP വലിയ തോതിൽ ലക്ഷ്യം വയ്ക്കുന്നു. ആ തരത്തിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ അതീവ നിർണായകമാണ്. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ഡാമേജ് കൺട്രോൾ അതിനും അപ്പുറത്തേക്ക് തൃശ്ശൂരിൽ ഇത്തരത്തിൽ വലിയ ഒരു ഡാമേജ് കൺട്രോളിംഗ് നടത്തിയില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യം വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്ന് പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന തിരിച്ചറിവാണ് സത്യത്തിൽ ഇത്തരമൊരു അടിയന്തരമായ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ സഭയുടെ സഭാ മേലധ്യക്ഷന്മാരുമായി നിരന്തരമായ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട്. ആ സജീവമായി ഇടപെടുന്നു എന്ന് സഭാ നേതൃത്വത്തിന് ബോധ്യമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റൊരു സംസ്ഥാനം നടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ആ സംസ്ഥാനത്തിൻ്റെ ആ വിഷയത്തിൽ ഒരു ഇടപെടുന്നതിൻ്റെ പരിമിതികൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടിയാണ് കേന്ദ്ര നേതൃത്വത്തെയും കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തേക്ക് നിരന്തരമായി സമ്പർക്കത്തിലൂടെ ഈ ഡാമേജ് കുറയ്ക്കുക. കേരളത്തിൽ വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ വലിയ ലക്ഷ്യമായി ഇറങ്ങിയ BJPക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്ന ആ തിരിച്ചടിയെ മറികടക്കാനുള്ള അവസാന തന്ത്രം ആൻഡ്രൂസ് താഴത്തുമായിട്ട് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. തിരിച്ചു വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരും പിതാവും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഡാമേജ് കൺട്രോൾ എക്സസൈസ് മോഡിലാണ് ഇപ്പോൾ BJP പ്രവർത്തിക്കുന്നത്. അതേസമയം BJPക്കെതിരെ രൂക്ഷ വിമർശനമാണ് CBCA മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട് ഇന്ന് ഉന്നയിച്ചത്. BJP നേതാക്കൾ അനുനയത്തിന് ശ്രമിച്ചിട്ട് കാര്യമില്ല, എന്തു നുണയും കെട്ടിവെച്ച് ആരെയും തുറങ്കിലടയ്ക്കാമെന്നതാണ് രാജ്യത്തെ നിലവിലെ അവസ്ഥ. സത്യമെന്താണെന്ന് അന്വേഷിക്കാൻ പോലും കേന്ദ്രം തയ്യാറാകുന്നില്ല. കന്യാസ്ത്രീകളെ കുടുക്കാനായി നിയമം ഉപയോഗിക്കുകയാണെന്നും പോൾ തേലക്കാട്ട് പ്രതികരിച്ചു. വളരെ